സാറെ, പണ്ട് നാം പാകിസ്ഥാനിൽ കണ്ടിരുന്നതാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ. ഇപ്പോൾ അതിന് സമാനമായി തന്നെയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം നടക്കുകയാണ്. അവിടുത്തെ സന്യാസിമാരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എവിടെ പോയി അവസാനിക്കും? സന്യാസിമാരെയാണ് ഇസ്കോൺ എന്ന് പറയുന്ന ആ സംഘടനയുടെ ഇന്റർനാഷണൽ സംഘടനയാണ് ലോകത്തെല്ലായിടത്തും സമാധാനവും പ്രസാദമാധുരിയും വിതരണം ചെയ്യുന്ന ആ സംഘടനയുടെ ഇതുവരെ ഒരു കേസിലും പെട്ടതായിട്ട് ലോകത്തെല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ട്. ഇതുവരെ അവിടെ അങ്ങനെ ഒരു പരാതിയും വന്നു. ബംഗ്ലാദേശിൽ മാത്രം ഒരു പരാതി വരിക, പിടിച്ച് അദ്ദേഹത്തിനെ ജയിലിലിടുക. എന്തൊരു ഈദി അമീനാണ് അവിടെ ഭരിക്കുന്നത്. മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന നൊബേൽ സമ്മാനം നേടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, മൈക്രോ ഇക്കണോമിക്സ് എന്നുള്ള പേരിലാണ്. അവിടെ പാവപ്പെട്ട ഗ്രാമീണരെയൊക്കെ സംഘടിപ്പിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുടുംബശ്രീ, അതപ്പോൾ കുടുംബശ്രീ ഇവിടെ വിഭാവനം ചെയ്ത ആൾക്കും ഈ നൊബേൽ സമ്മാനം കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ ഒരു മൈക്രോ ഫൈനാൻസിങ് നടത്തി അദ്ദേഹത്തിനും ഇത് എങ്ങനെയാണെങ്കിൽ നൊബേൽ സമ്മാനം കിട്ടേണ്ടത്. ഇത് ചില അന്താരാഷ്ട്ര താല്പര്യങ്ങളാണ്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട് ഈ നൊബേൽ സമ്മാനത്തിന് എന്നാണ് ഈ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ നൊബേൽ സമ്മാനം കിട്ടിയ ആൾ ഭരിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, സിഖുകാർ, അതുപോലെ തന്നെ ബുദ്ധമതക്കാർ, സിഖ് മതക്കാർ, ക്രിസ്ത്യാനികൾ, ഒന്നിനും രക്ഷയില്ല. അവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാണ് അവിടെ തെരുവുകളിൽ പ്രകടനം നടത്തുന്നത്. പ്രകടനം നടത്തുമ്പോൾ ഇസ്ലാമിക ഭീകരന്മാർ അവരെ വന്ന് ആക്രമിക്കുക, ഹിന്ദുക്കളുടെ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു കളയുക, ക്ഷേത്രധ്വംസനം. അതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് അദ്ദേഹം. ഇതിനോട് ഭയങ്കരമായിട്ട് ജിയോ പൊളിറ്റിക്സ് പ്ലേ ചെയ്യുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്നത് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റാണ്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കുക. എന്തിനു വേണ്ടി? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരാനുള്ള പൊട്ടൻഷ്യൽ എനർജി, ആ ഊർജ്ജത്തോടു കൂടിയ രാഷ്ട്രമാണ്. ഇപ്പം ചൈനയെയും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരും. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കാണത് ഭീഷണിയാവുക? റഷ്യയുടെ ഭീഷണിയൊക്കെ എന്നേ പോയി കഴിഞ്ഞു. ആരാണ്? അമേരിക്കയ്ക്കാണ്. ജനാധിപത്യവും അതുപോലെ തന്നെ സമ്പത്തും ഉള്ള ഒരു രാഷ്ട്രം വേറെ ഇല്ല. അത് അമേരിക്കയ്ക്ക് വലിയ ഒരു നാണക്കേടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഡീപ്പ് സ്റ്റേറ്റിനെ വെച്ച് കളിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അദാനിക്കെതിരെ പാർലമെന്റിൽ 5 ദിവസം താൻ സ്വയം പപ്പുവാണെന്ന് തെളിയിച്ചുകൊണ്ട് 5 ദിവസം പാർലമെന്റിലെ ബേണിംഗ് ഇഷ്യൂസ്, ബംഗ്ലാദേശ് ഇഷ്യൂ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂ ചർച്ച ചെയ്യാതെ 5 ദിവസം തടസ്സപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അദാനി എന്ന് പറയുന്ന സ്വകാര്യ മുതലാളി, അദ്ദേഹത്തിനെതിരെ അവിടെ അവിടുത്തെ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ആരോപണം ഉന്നയിച്ചു. അതിന് ഇന്ത്യൻ പാർലമെന്റ് തടസ്സപ്പെടുത്തുക. ഇതിൻ്റെ വാസ്തവം എന്തെന്നറിയാം? അവിടെ ഒരു മാധ്യമമുണ്ട്, OCRTT എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണം നടത്തുക ലോകം മുഴുവൻ. അതൊരു മീഡിയയാണ്. അതുകൊണ്ട് മീഡിയയുടെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. വാസ്തവത്തിലല്ല. മാധ്യമം എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹ്വ ആയിരിക്കുന്നു, അതുപോലെ അമേരിക്കൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക താല്പര്യങ്ങളുടെ ജിഹ്വയാണ് ഈ OCRTT എന്ന് പറയുന്ന സംഭവം. എൻ്റെ ഫുൾ ഫോം എനിക്കിപ്പോൾ പറയാനുള്ള, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓർമ്മയില്ല, നോക്കിയേ പറയാൻ പറ്റും. ആ ഒരു സംഘടന അമേരിക്കൻ ഗവൺമെന്റിന് കൊണ്ടു കൊടുത്ത വാർത്തയാണ് അദാനിയുടെ കേസ്. അതനുസരിച്ചുള്ള പ്രൊസീഡിങ്സ് ആണ് നടക്കുന്നത്. ഞാൻ അതിൻ്റെ കുറിച്ച് 2 കാര്യങ്ങളുടെ വ്യക്തമാണ്. രാജൻ പിള്ള എന്ന് പറയുന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സിൻ്റെ അന്താരാഷ്ട്ര പ്രമാണി സിംഗപ്പൂരിലെ ജയിലിൽ കിടന്നല്ലോ, ഇന്ത്യൻ പാർലമെന്റ് തടസ്സപ്പെട്ടോ. അങ്ങനെ എത്രയോ പേര് ഏതെല്ലാം രാജ്യങ്ങൾ, അതുപോലെ അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഗൾഫ് ജയിലുകളിൽ കഴിഞ്ഞല്ലോ. ഇവിടെ എന്തെങ്കിലും പാർലമെന്റ് തടസ്സപ്പെട്ടു. അതുപോലൊരു സംഭവം അദാനി കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കും, കള്ളം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു കുഴപ്പമില്ല, രക്ഷപ്പെടും. ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ? അദാനിയുടെ ഷെയർ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഓഹരി. നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യവസായമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണല്ലോ ചെയ്യണം നമ്മുടെ കേരളത്തിൽ തന്നെ. എക്സാക്ട്ലി. അതെ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് പകരം തുടർച്ചയായി തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തകർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? തകർക്കാനുള്ള ശ്രമം തന്നെയാണ്. അതേ അവസരത്തിൽ ഇതൊരു വൈരുദ്ധ്യമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ പോലുള്ള സർക്കാരുകൾ, ഹിമാചൽ പ്രദേശ് പോലുള്ള സർക്കാരുകൾ ഇദ്ദേഹത്തിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. എത്ര കോടി രൂപയുടെ ആദായമാണ് അവർക്ക് നിക്ഷേപമായിട്ട് കിട്ടുന്നത്? എത്ര പേർക്കാണ് അവിടെ തൊഴിൽ കിട്ടുന്നത്? അതുകൊണ്ട് അവർക്ക് ഇതിൽ എതിർപ്പുണ്ട്. അതുപോലെ കേരളം തന്നെ റെക്കോർഡ് കപ്പൽ വരവാണ് വിഴിഞ്ഞത്ത് നടത്തിയത്. അദാനിയാണ് ഇതിൻ്റെ. എന്തേ ഇങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ കേരളത്തിന് അദാനിയെ പറഞ്ഞുവിടാൻ ചുണയുണ്ടോ? നിങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ ടീകോമിനെ പറഞ്ഞു വിടുന്നു. അതുപോലെ ചുണയുണ്ടോ? ഞാൻ ഇതേ ചോദിക്കുന്നു, ചുണയുണ്ടോ അദാനിയെ പറഞ്ഞുവിടാൻ? രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണല്ലോ CPM. ബംഗാൾ ഗവൺമെൻറ്, മമതാ ബാനർജിക്ക് പ്രായോഗിക ബുദ്ധിയുണ്ട്.
അവർ പറഞ്ഞു ഈ സമരം നിർത്തണം, അദാനിക്കെതിരെ പാർലമെൻറ്റിൽ തടസ്സപ്പെടുത്തരുത്. സമാജ്വാദി പാർട്ടി പറഞ്ഞു ഇത് അനാവശ്യമായ സമരമാണ്, ഈ തലയ്ക്കകത്ത് കയറാനുള്ള മൂള വേണ്ടേ പപ്പു മോന്, അതില്ല. ഞാൻ വീണ്ടും പപ്പു മോനാണെന്ന് പറയിപ്പിക്കുകയാണ് നെഹ്റുവിന് അപമാനമായിട്ടുള്ള നെഹ്റു കുടുംബത്തിൻ്റെ ഈ സൽപുത്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ കാനഡയിലും ഓസ്ട്രേലിയയിലും ഈ ഹിന്ദു സമൂഹത്തിനെതിരെ നിരന്തരം ആക്രമണം ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതെന്തായിരിക്കും പുതിയൊരു സാഹചര്യം അത്തരത്തിൽ? അത് മോദി കൈകാര്യം ചെയ്യുന്നുണ്ട്. കാനഡയിലുള്ള ആക്രമണങ്ങളെല്ലാം സഹായം ചെയ്ത് ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് ട്രൂഡോ സമ്മതിച്ചിട്ടുണ്ട്. അത് ലോകത്ത് എവിടെയാണെങ്കിലും ഹിന്ദുക്കൾക്ക് പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ, ഇന്ത്യക്കാർക്ക് അപകടമുണ്ടായി കഴിഞ്ഞാൽ അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സക്ഷമമായിട്ടുള്ള സശസ്ത്രമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത്. സുരക്ഷിതരായിട്ട് ഇന്ത്യക്കാർക്ക് ലോകത്തിലെവിടെ ഇരിക്കാം. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അതല്ല. മുഹമ്മദ് യൂനുസിനോട് പലതവണ ഹിന്ദുക്കളുടെ എന്നല്ല ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രിയും ഭരണകൂടവും വിദേശകാര്യമന്ത്രി ജയശങ്കറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു തവണ പോലും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു തവണ പോലും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടില്ല. എന്തുകൊണ്ട്? കാരണം തനിക്ക് ഇപ്പോൾ കിട്ടുന്ന വോട്ടുകളെല്ലാം ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുള്ളതാണ്. അതിനെങ്കിലും ഗ്ലാനി ഭവിച്ചാലോ അതിനെന്തെങ്കിലും ഉടവ് തട്ടിയാലോ എന്നുള്ള വർഗീയ താല്പര്യമാണ്. ഭരണഘടനയെ പോലും പിന്തള്ളുന്ന തരത്തിലുള്ള മത സങ്കല്പമാണ്, വർഗീയതയാണ് രാഹുൽ ഗാന്ധിയിൽ ആളിക്കത്തുന്നത്. ഇതേ മനുഷ്യൻ തന്നെ സമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാക്കാതിരിക്കാൻ അവിടെ ഒരു രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രി ഉൾപ്പെടെ പോരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആങ്ങളെയും പെങ്ങളും കൂടെ ഈ ടൂർ നടത്തിയിരിക്കുന്നു. ടൂർ അഡ്വഞ്ചർ ടൂറിസം നടത്തുന്ന പോലെ അറിയാം. ആളെ കൂട്ടിയിട്ട് അതെ ചീപ്പ് പോപ്പുലാരിറ്റിക്കും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ നേടാനും വേണ്ടിയുള്ള ചീപ്പ് ഗിമിക്. ഇപ്പൊ വയനാട്ടിൽ വന്നല്ലോ എന്താ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ കാര്യം? ഇസ്ലാമിക വോട്ട് ബാങ്കിങ്. ആ ബാങ്കിങ് ആണ് അവര് കുടുംബത്തോടെ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് അപമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഹൃദയത്തിൽ അവർക്ക് വിശ്വാസമില്ല, ഇന്ത്യയിൽ വിശ്വാസമില്ല, ഹിന്ദുക്കളിൽ വിശ്വാസമില്ല. അവരിവിടെ ചേരിതിരിവ് ബംഗ്ലാദേശിനെ പോലെ ഇന്ത്യയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്ന കുൽസിതവും ഏറ്റവും അപകടം പിടിച്ചതും ദൂരക്കാഴ്ചയില്ലാത്തതുമായ ദീർഘദൃഷ്ടി ക്രാന്തദർശിത്വം. നെഹ്റുവിനതുണ്ടായിരുന്നു. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നേടുകയും ചെയ്തു. ഈ ക്രാന്തദർശിത്വം കൊണ്ട് നേടിയപ്പോൾ വന്നിരിക്കുന്ന ഈ പിൻതലമുറക്കാർ ഇന്ത്യയെ നശിപ്പിക്കാൻ സക്ഷമമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും അന്താരാഷ്ട്ര വേദികളിൽ പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഭരണഘടനയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയെ അപമതിക്കുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ബംഗ്ലാദേശിനെതിരെ ഒരൊറ്റ വാക്ക് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്ത് രാഷ്ട്രീയക്കാരന്? കോൺഗ്രസ്സുകാരത്തിന് സമാധാനം പറയണം. ഇദ്ദേഹത്തിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ തിടം പേറ്റുന്നത് പോലെ. സമാധാനം പറയൂ. ബംഗ്ലാദേശിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നത് പോട്ടെ, ഹിന്ദുക്കളോട് നിങ്ങൾക്ക് വിരോധമാണ്, ഹിന്ദു വിരുദ്ധരാണ് നിങ്ങൾ, സമ്മതിച്ചു. പക്ഷെ അവിടെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ടല്ലോ, റോമൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരും ആക്രമിക്കപ്പെടുന്നുണ്ടല്ലോ. എന്തേ നിങ്ങളൊരു വാക്ക് പറയുന്നില്ല? ബുദ്ധമതക്കാര്, ജൈനമതക്കാര്, അഹമ്മദീയര് എല്ലാവരും ആക്രമിക്കപ്പെടുന്നുണ്ടോ? സിഖുകാര് എന്തേ അവരോടൊന്നും നിങ്ങൾക്ക് സ്നേഹമില്ലേ? ഈ കാപട്യം, ഈ മുതലക്കണ്ണീരൊഴുക്കൽ, ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നാണക്കേടാ. ജനങ്ങളിപ്പോൾ കോമൺ മാൻ ഈസ് മോർ ഇന്റലിജന്റ് ദാൻ യു. ചില പ്രാദേശിക നേതാക്കൾ BJPയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ഇത് വോട്ട് ബാങ്ക് വെച്ചാണ് പ്രവർത്തിക്കുന്നത്, അവിടെ പ്രാദേശികമായി ഈ അവിടുത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ഒന്നും പറയാതെ ഇന്ത്യയിൽ ഈ പ്രശ്നത്തെ ചർച്ചയാക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആ ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. കാരണം അമേരിക്ക എത്ര തവണ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. എക്സെപ്റ്റ് കാശ്മീരി പണ്ഡിറ്റുകളെ കൊല ചെയ്ത് അവിടെ കുഴികളിൽ തള്ളിയപ്പോൾ, മാപ്പിള ലഹളത്ത് കാലത്ത് മലബാറിൽ ചെയ്തതുപോലെ കുഴികളിൽ, അവിടെ കിണറുകളിലായിരുന്നു, ഇവിടെ കുഴികളിൽ, കാശ്മീരിൽ കുഴികളിൽ, അതുപോലെ മലബാറിൽ കിണറുകളിൽ കൊന്നു തള്ളിയപ്പോൾ മാത്രം അമേരിക്ക പറഞ്ഞില്ല, മനുഷ്യാവകാശത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ജോ ബൈഡൻ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത പ്രസിഡന്റായി വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഹിന്ദുക്കളെ അവിടെ രക്ഷിക്കണം. ഗവൺമെൻറ്റിനോട് അതിനാവശ്യപ്പെട്ടു. അദ്ദേഹം നടപടിയെടുക്കും. അതുമാത്രമാണ് പ്രതീക്ഷ.